ഇന്നെല്ലാവരുടെയും വലിയൊരു ചലഞ്ചാണ് ഒരു നല്ല ജോലി കിട്ടുക, ആ ജോലിയിൽ വളരുക, ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുക. അവിടെ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു സ്കില്ലാണ് അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദിസ് അപ്രോപ്രിയേറ്റ്നെസ് ഓൾ അബൌട്ട് ആൻഡ് വെയർ ഇൻ വിച്ച് ഏരിയ ദീസ് അപ്രോപ്രിയേറ്റ്നെസ് ഈസ് ട്രൂലി ഇമ്പോർട്ടൻറ്റ്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ജോലി കിട്ടുന്നില്ല, ജോലി കിട്ടിയാൽ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. യുവജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് വലിയ ഒരു ചാലഞ്ചാണ് നല്ലൊരു ജോലി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ജോലിയിലുള്ള ഒരു കരിയർ ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ എല്ലാ കുട്ടികളെയും സംബന്ധിച്ച്, ചെറുപ്പക്കാരെ സംബന്ധിച്ച് വളരെ വലിയൊരു വിഷയമാണ്. അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയുമാണ്. ഇവിടെ വളരെ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഓർപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു അപ്രോപ്രിയേറ്റ്നെസ്സിനെ കുറിച്ചാണ്. വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ്നെസ്? ഇറ്റ് ഈസ് യുവർ എബിലിറ്റി ടു ബി adequate enough or proportionate to the situation. ഇതാണ് അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് പെരുമാറാൻ, നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ ഒരു കഴിവാണ് അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. 3 ഏരിയ ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ട് കാണുന്നുണ്ട്. ഒന്നാമത്തത് ഒരു അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് അപ്പിയറൻസ് ആണ്. നമ്മളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ആദ്യം നമ്മളെ കാണുന്നത് നമ്മളുടെ ഒരു അപ്പിയറൻസിലാണ്. പ്രത്യേകിച്ച് വളരെ പവർഫുള്ളായിട്ടും വളരെ ഡീസൻ്റായിട്ടും വളരെ പ്രൊഫഷണലായിട്ടും ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ അവർക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഡ്രസ്സ് ചെയ്ത് നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു പ്രൊഫഷണലായിട്ട് മാറാനൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും ഒരു പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ വളരെ സ്റ്റാൻഡേർഡായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രാക്ടീസ് നല്ലതാണ്. കാരണം നമുക്ക് ഒരു ജോലിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടപോലെ ഉള്ള പോലെ ഡ്രസ്സ് ചെയ്താൽ ജോലി കിട്ടത്തില്ല. നമ്മൾ പ്രസൻറ്റബിൾ ആയിരിക്കണം. നമ്മളൊരു സമൂഹത്തിന് കൊള്ളാവുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചറിനനുസരിച്ചൊക്കെ വളരെ പ്രൊഫഷണലായിട്ട് ഡ്രസ്സ് ചെയ്യാനൊക്കെ പഠിക്കണം. ഡ്രസ്സിങ് മാത്രമല്ല, നമ്മുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ ജസ്റ്റേഴ്സ്, ഇതൊക്കെ വളരെ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഇത് നമ്മൾ ലേൺ ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ കുറേയൊക്കെ ഒന്ന് പ്രസൻറ്റബിൾ ആകുക, മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാവാൻ നമ്മളെങ്ങനെ നടക്കണം എന്നൊക്കെ എമ്പതൈസ് ചെയ്യുക. ഇതൊക്കെ ഒരു കലയാണ്. പ്രത്യേകിച്ച് ഒരു ജോലിയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെയൊക്കെ ചിന്തിക്കണം, അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യണം. വലിയ വ്യത്യാസം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിലുണ്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അപ്രോപ്രിയേറ്റ് ആറ്റിറ്റ്യൂഡാണ്. പലപ്പോഴും ഒരു ജോലി വേണ്ട ആളിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ? ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട്. നമ്മളുടെ മനോഭാവമാണ് നമ്മുടെ ഉയർച്ചയെ തീരുമാനിക്കുന്നത്. നമ്മൾ ഒരു ജോലി വേണ്ട ആളിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ? നമ്മളിലൊരു നീഡുണ്ടോ? നമ്മളിലൊരു ഡ്രൈവ് ഉണ്ടോ? ഒരു സ്പിരിറ്റ് ഉണ്ടോ? എന്തൂസിയാസം ഉണ്ടോ? എനർജി ഉണ്ടോ? ഹാപ്പിനെസ് ഉണ്ടോ? ഇതൊക്കെയാണ് എല്ലാവരും നോക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ നമ്മളിലൊരു ഹൈ സ്പിരിറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. വളരെ ഡള്ളായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആളിന് നമുക്ക് പലപ്പോഴും അവരൊരു ഗെറ്റ് ഗോയിങ് ആയിരിക്കത്തില്ല. അവരൊരു ടീമിൽ ഓഡായിട്ടിരിക്കും. അവരൊരു ഓർഗനൈസേഷനിൽ അങ്ങോട്ട് ഫിറ്റ് ആവില്ല. ഇൻ്റർപേഴ്സണൽ ഏരിയയിലൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുക, ഒരു പോസിറ്റീവായിട്ടുള്ള, കോപ്പറേറ്റീവായിട്ടുള്ള, ഫ്ലെക്സിബിളായിട്ടുള്ള, അതുപോലെ നല്ലൊരു സ്പിരിറ്റും എന്തൂസിയാസം ഉള്ള, റെഡിനെസ് ഉള്ള ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുക. ഇതും നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് വേണ്ടി മാത്രം, നമ്മളെ മാത്രം കണ്ടുകൊണ്ട്, നമ്മളെ സെൻറ്റർ ചെയ്ത് കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഇത്തരം സെൻസിറ്റിവിറ്റീസ് ഒന്നും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്തരം എമ്പതി ഒന്നും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ആലോചിക്കണം, നമുക്ക് ഒരു ലോകത്ത് വിജയിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു മനോഭാവത്തിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം. ഇത് കുറേയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്ക് ട്രെയിനബിളാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശരിയാണോ? നമ്മളുടെ ടോൺ ശരിയാണോ? നമ്മൾ കൃത്യമായി ഒരു ആശയത്തെ മറ്റുള്ളവരിൽ എത്തിക്കുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് ടോക്കിംഗ്, ഇറ്റ്സ് മോർ അബൌട്ട് കൺവിൻസിങ് അതേഴ്സ് വിത്ത് യുവർ ഐഡിയാസ്. അപ്പോൾ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മൾ ഉപയോഗിക്കുന്ന ടോണ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഇഫക്റ്റീവ് ആയിരിക്കണം. ആ സാഹചര്യത്തിനനുസരിച്ച് ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. എന്താ കുഴപ്പം? നിങ്ങൾ ഉദ്ദേശിച്ചില്ല, പക്ഷേ കേട്ടവരങ്ങനെ ഉദ്ദേശിച്ചു. അതിൻ്റെ കാരണം എന്താണ്? അവിടെ ഒന്നുകിൽ വാക്ക് ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ടോൺ ശരിയായിരുന്നില്ല.
വളരെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എഫക്റ്റീവ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. കമ്മ്യൂണിക്കേഷനാണ് ഒരു കോമൺ ഡിനോമിനേറ്ററാണ്. നമ്മൾ ലീഡേഴ്സിനെയൊക്കെ എടുത്താൽ അവരെല്ലാം ലീഡേഴ്സായി നിൽക്കുന്നത് ഏത് സ്പെക്ട്രത്തിൽ, ഏത് ഫീൽഡിൽ, ഏത് ഡൊമൈനിൽ നോക്കിയാലും ലീഡേഴ്സായി നിൽക്കുന്നവരുടെ ഒരു കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ദേ ഹാവ് ഹൈ ലെവൽ ഓഫ് എക്സലൻസ് ഇൻ ദയർ കമ്മ്യൂണിക്കേഷൻ. അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ആർട്ടാണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടി വാക്കുകൾ വേണം, ആശയങ്ങൾ വേണം, നല്ല ധൈര്യം വേണം, സാഹചര്യത്തിനനുസരിച്ച് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണം. എല്ലാ സമയത്തും ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ല. ചിലയിടത്തൊക്കെ ഒരു നോട്ടമോ ഒരു സൈലൻസോ പോലും ഒരു വലിയ കമ്മ്യൂണിക്കേഷനാണ്. നല്ല ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ നല്ലൊരു ലിസണറും കൂടി ആകേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഒന്ന് ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തിരിച്ച് പറയാനുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടും. പക്ഷെ അവിടെ ലിസണിങ്ങിൻ്റെ ക്വാളിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ഓൾവേസ് അബൌട്ട് ടോക്കിംഗ് സംതിങ് ഓർ സേയിങ് സംതിങ് ഓർ റിയാക്ടിങ് എവറി ടൈം അല്ല. ചിലയിടത്തൊക്കെ ഒരു ലിസണിങ് പോലും ഒരു സൈലൻസ് പോലും കമ്മ്യൂണിക്കേഷനാണ്. അതാണ് അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു അപ്രോപ്രിയേറ്റ്നെസ്സിലേക്ക് ഉയരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സാധ്യതകൾ കൂടും. പ്രത്യേകിച്ച് ജോലിയിൽ മാത്രമല്ല, ജീവിതത്തിലും ഈ അപ്രോപ്രിയേറ്റ്നെസ് ഒത്തിരി നല്ലതാണ്. കാരണം ഒരു കുടുംബജീവിതത്തിലും വിവാഹ ജീവിതത്തിലൊക്കെ വളരെ പ്രധാനമാണ് നമ്മൾ എങ്ങനെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലായിടത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നേരുന്നു. Try to upskill yourself in these lines. Thank you.